Hello everyone, welcome to Franklin's lecture PCCET 205 Mechanics of Solids. In the introduction video, ഏവർക്കും സ്വാഗതം. സോ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ ഇൻട്രോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് എന്താണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നൊക്കെ നമ്മൾ പറയും. സോ അതിന്റെ ഫസ്റ്റ് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ ആണ്. കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ് നിങ്ങൾക്ക് അറിയാം, IISc നമുക്ക് CIE നമ്മൾ പറയും. സോ അതിലെന്താണ് അറ്റൻഡൻസിന് 5 മാർക്സ് ഉണ്ട് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അറ്റൻഡൻസിന് എത്രയുണ്ട് 5 മാർക്സ് ഉണ്ട്. അതുപോലെ തന്നെ അസൈൻമെന്റ് പ്രോജക്ട്. സോ നമുക്ക് എന്താ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 15 മാർക്സ് ഗോസ് ടു അസൈൻമെന്റ് ആൻഡ് പ്രോജക്ട്. ഇന്റേണൽ ആൻഡ് നമ്മുടെ സൈക്കിൾ ടെസ്റ്റിനൊക്കെ എന്താണ് നമ്മൾ വരുന്നത് ഇന്റേണൽ എക്സാമിനേഷൻ 1 ആൻഡ് ഇന്റേണൽ എക്സാമിനേഷൻ 2 എന്താണ് 10 ഇറ്റ് ക്യാരീസ് 10 and 10 മാർക്സ് ഈച്ച്. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ എന്താണ് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ ടോട്ടൽ മാർക്സ് വരുന്നത് എത്രയാണ് 40 മാർക്സ്. ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി നിങ്ങൾ ഫസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 2020 സ്കീമിൽ ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ. എന്താണ് അറ്റൻഡൻസിന് 5 മാർക്സ് ഉണ്ട്, 15 മാർക്സ് ഫോർ എന്താണ് അസൈൻമെന്റ് ഓഫ് പ്രോജക്ട്, ഇന്റേണൽ സൈക്കിൾ ടെസ്റ്റ് ആൻഡ് സൈക്കിൾ ടെസ്റ്റ് 2 ചേർത്ത് 20 മാർക്സ് ഉണ്ട്. സോ ടോട്ടലി വിൽ ബി ഹാവിംഗ് എ മാർക്ക് ഓഫ് എന്താണ് 40 മാർക്സ് ഉണ്ടാവും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ CIE. ഓക്കെ, നെക്സ്റ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് എൻ സെമസ്റ്റർ എക്സാമിനേഷൻ. സോ നമുക്ക് എൻ സെമസ്റ്റർ എക്സാമിനേഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. എന്താണ് ഇൻ പാർട്ട് എ, നമുക്ക് പാർട്ട് എയിൽ എല്ലാ ക്വസ്റ്റ്യനും എന്താണ് തീർച്ചയായിട്ടും ആൻസർ ചെയ്യണം. പാർട്ട് ബിയിൽ നമുക്ക് എന്താണ് ഈ സ്റ്റുഡന്റ് ക്യാൻ ചൂസ് ഫ്രം എനി വൺ ഫുൾ ക്വസ്റ്റ്യൻ ഓഫ് ഓർ ഔട്ട് ഓഫ് 2 ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഫോർ എക്സാമ്പിൾ മൊഡ്യൂൾ 1 ഉണ്ടാവും. പാർട്ട് എ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ 3 മാർക്സ് ആയിരിക്കും. ഓരോ മൊഡ്യൂളിൽ നിന്ന് 3 മാർക്സ് ഉണ്ട്. ഓക്കെ, സോ അഗൈൻ മൂവിംഗ് ഓൺ ടു പാർട്ട് ബി എന്ന് പറയുമ്പോൾ അവിടെയും എന്താണ് മൊഡ്യൂളിൽ നിന്ന് there will be 2 questions, പാർട്ട് എ ഓർ പാർട്ട് ബി എന്ന് നോക്കാം. സോ ആ പാർട്ട് എ ഓർ പാർട്ട് ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം അല്ലെ. സോ 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ. പാർട്ട് എ എന്താണ് ടോട്ടൽ ഓഫ് 8 questions ഈച്ച് ക്യാരിങ് എന്താണ് ടോട്ടൽ ഓഫ് 8ൽ ഓരോ ക്വസ്റ്റ്യനും എന്താണ് 3 മാർക്സ് ആണ്. അതിൽ 2 മൊഡ്യൂളിൽ എന്താണ് ഒരു മൊഡ്യൂളിൽ നിന്ന് 3 മാർക്സ് നമുക്ക് പ്രതീക്ഷിക്കും. സോ ടോട്ടൽ ഓഫ് 8 questions that carries 3 marks. So total 8 into 3 നമുക്ക് എത്ര മാർക്സ് ആണ് വരുന്നത് പാർട്ട് എയിൽ നമുക്ക് വരുന്നത് 24 മാർക്സ് ആണ്. Thus you already know. നമ്മുടെ പാർട്ട് ബി നമ്മൾ നോക്കുകയാണെങ്കിൽ പാർട്ട് ബി എന്താണ് 2 questions will be given from each module. So ഈച്ച് മൊഡ്യൂളിൽ നിന്നും എന്താണ് ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 2 സെക്ഷൻ ഉണ്ടാവും. ആ 2 സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. സോ ഔട്ട് ഓഫ് അതിൽ നിന്ന് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിരിക്കും. So each question can have a maximum of എന്താണ് 3 subdivisions. So 3 subdivisions വരെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. So each question carries എന്താണ് 9 മാർക്ക് 9 മാർക്സ്. So each question can carry എന്താണ് each questionന്റെ മാർക്ക് എന്താണ് 9 മാർക്സ് ആണ്. ആൻഡ് നമുക്ക് മൊത്തം എന്തുണ്ടാവും 4 മൊഡ്യൂൾ ഉണ്ടാവും. So 4 into 9 it is nothing but എന്താണ് 36 മാർക്സ് വരും. So 36 plus 24 will give you എന്താണ് a total of എന്താണ് 60 മാർക്സ്. എൻ സെമസ്റ്റർ എക്സാമിന് നമുക്ക് മാർക്ക് വരുന്നത് എത്രയാണ് 60 മാർക്സ് ആണ് നമുക്ക് വരുന്നത്. സോ അടുത്ത് നമുക്ക് എന്താണ് നമ്മുടെ ഓരോ മൊഡ്യൂളിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ മൊഡ്യൂൾ 1, സോ സിവിൽ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് MOS എന്ന സബ്ജക്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള സബ്ജക്ട് ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബേസിക് സബ്ജക്ട്സ്, ബേസിക് കോർ സബ്ജക്ട്. നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് വരുന്ന സബ്ജക്ട്സിലൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇത് യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ദ ഫസ്റ്റ് മൊഡ്യൂളിൽ വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ പഠിക്കും. അതുപോലെ തന്നെ ഹൂക്സ് ലോ എന്താന്ന് പറയും. നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ വെൻ ഇറ്റ് ഇസ് വിത്തിൻ ദ എലാസ്റ്റിക് ലിമിറ്റ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നമ്മൾ പഠിക്കും. മൈൽഡ് സ്റ്റീലിനുള്ള സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നമ്മൾ പഠിക്കും. വിവിധ തരത്തിലുള്ള സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ നോക്കും. ഈൽഡ് സ്ട്രെസ് എന്താണ്, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ എന്താണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്തെന്നൊക്കെ നോക്കും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് അടുത്തത് പഠിക്കുന്നത് തെർമൽ സ്ട്രെസ് എന്താണ്, തെർമൽ സ്ട്രെയിൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. അഗെയിൻ മൂവിംഗ് ഓൺ ടു എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എലാസ്റ്റിക് കോൺസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എലാസ്റ്റിക് കോൺസ്റ്റൻസ് ആൻഡ് സ്മോൾനെസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് എന്ന് പറഞ്ഞുള്ള എലാസ്റ്റിക് കോൺസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കും. ആൻഡ് ലാസ്റ്റ് നമ്മൾ സ്ട്രെയിൻ എനർജിയെ കുറിച്ചും മൊഡ്യൂളിൽ 1 എന്ത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, so it is a very interesting module 1. So അടുത്ത നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് കടക്കുമ്പോൾ നമ്മൾ entirely will be focusing on beams ആണ്.
സോ ടൈപ്സ് ഓഫ് ബീംസ് എന്താണ്, ലൈക്ക് കാന്റിലിവർ ബീം, അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം, കണ്ടിന്യൂസ് ബീം, ഫിക്സഡ് ബീം, ഇങ്ങനെയുള്ള കുറെ ബീംസിനെ കുറിച്ച് പഠിക്കും. അതിൽ ആക്ട് ആകുന്ന ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റിനെ കുറിച്ചായിരിക്കും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്യണം. സോ അവിടെ എന്താണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ വരയ്ക്കും, ഷിയർ ഫോഴ്സ് അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് നമ്മൾ വരയ്ക്കും. അതുപോലെ തന്നെ എന്താണ് ലൈക്ക് നമ്മൾ കാന്റിലിവർ ബീമിൽ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൂവ്മെന്റ് വരയ്ക്കും. നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമ്മൾ എന്ത് ചെയ്യും, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രാംസ് നമ്മൾ പഠിക്കും. ആൻഡ് അഗെയിൻ യു വിൽ ബി ഹാവിംഗ് എന്താണ് ഓവർ ഹാങ്ങിങ് ബീം. ഓവർ ഹാങ്ങിങ് ബീമിൽ നമ്മൾ എന്താണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രാംസിനെ കുറിച്ച് പഠിക്കും. ആൻഡ് ഓൾസോ യു വിൽ ബി ലേണിംഗ് അബൌട്ട് എന്താണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്താണെന്നും, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്താണെന്നും നമ്മൾ ആ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. Now module 3 theory of simple bending, അതുപോലെ തന്നെ assumptions of simple bending എന്താണ്, നമ്മൾ ബെൻഡിങ് ഇക്വേഷൻ ഒക്കെ പഠിക്കും. M by I is equal to sigma by y എന്നൊക്കെ പറഞ്ഞ് ബെൻഡിങ് ഇക്വേഷൻ നമ്മൾ പഠിക്കും. സോ നോർമൽ സ്ട്രെസ് ഇൻ ബീംസ്, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, ഷിയർ സ്ട്രെസ് ഇൻ ബീംസ്, ബീംസ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നെക്സ്റ്റ് പാർട്ട് സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഡിഫ്ലക്ഷനും സ്ലോപ്പും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് മെത്തേഡ്, മക്കൽലെസ് മെത്തേഡ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. ഓക്കെ, സോ മൊഡ്യൂൾ 4ലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ആണ്. യൂണിയാക്സിയൽ ആൻഡ് ബൈആക്സിയൽ സ്ട്രെസ്, യൂണിയാക്സിയൽ ആൻഡ് ബൈആക്സിയൽ സ്ട്രെസ്. അതുപോലെ തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെയിനെ കുറിച്ച് പഠിക്കും. പ്രിൻസിപ്പൽ സ്ട്രെസ് ആൻഡ് പ്രിൻസിപ്പൽ പ്ലെയിൻസിനെ കുറിച്ച് പഠിക്കും. അതുപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് മോർ സർക്കിൾ. നമുക്ക് വിവിധതരം സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്രം ഈ മോർ സർക്കിൾ എന്ന് പറയുമ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ നോക്കും. അതുപോലെ തന്നെ അനലിറ്റിക്കൽ മെത്തേഡ്, നമ്മുടെ ബൈആക്സിയൽ ആൻഡ് യൂണിയാക്സിയൽ കണ്ടുപിടിക്കാനുള്ള അനലിറ്റിക്കൽ മെത്തേഡ്, അതിന്റെ ഗ്രാഫിക്കൽ മെത്തേഡാണ് എന്ത് മോർ സർക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം വരച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു രീതിയിലാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ എന്ന് പറയുന്നത് മോർ സർക്കിൾ എന്ന് പറയും. അടുത്ത് നമ്മൾ കിടക്കുക കോളംസിലേക്കായിരിക്കും. ഷോർട്ട് ആൻഡ് ലോങ് കോളംസിനെ കുറിച്ച് നമ്മൾ പറയും. യൂലർ മെത്തേഡ് നമ്മൾ നോക്കും. അതുപോലെ തന്നെ റാങ്കൈൻസ് ഫോർമുല വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. വളരെ വളരെ സിമ്പിൾ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ലാസ്റ്റ് നമ്മൾ എന്താണ് ടോർഷൻ, ഷാഫ്റ്റിൽ വരുന്ന ടോർക്കിനെ കുറിച്ച് നമ്മൾ നോക്കും. അതിലെന്താണ് സർക്കുലർ ഷാഫ്റ്റ്, ഹോളോ സർക്കുലർ ഷാഫ്റ്റ്, രണ്ടിലും നമ്മൾ എങ്ങനെയാണ് ടോർഷൻ വരുന്നത്, അതിൽ വരുന്ന ആംഗിൾ ഓഫ് ട്വിസ്റ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് വിൽ ബി ഓൾസോ ഡിസൈനിങ്, വിൽ ബി ഓൾസോ ലേണിംഗ് എന്താണ് സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ടോർഷൻ, അതും നമ്മൾ പഠിക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ 4 മൊഡ്യൂൾ. ഇറ്റ് വെരി സിമ്പിൾ സിലബസ്. സോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലാസും ആയിരിക്കും നമ്മൾ ഇവിടെ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, നൗ വാട്ട് ആർ ദ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. അപ്പൊ മൊഡ്യൂൾ 1ലൂടെ നമുക്ക് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ മൊഡ്യൂൾ 1 പഠിച്ചു കഴിയുമ്പോൾ വാട്ട് ഡു വി ഗെറ്റ്, നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജ് എന്താണ് നമുക്ക് നോക്കിയാലോ. സോ മൊഡ്യൂൾ 1ൽ നമ്മൾ എന്താണ് അപ്ലൈ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ആൻഡ് എലാസ്റ്റിക് കോൺസ്റ്റൻസ് ടു അനലൈസ് ഡീഫോർമേഷൻ. സോ ഡീഫോർമേഷൻ അനലൈസ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ആവും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എഫക്ട്സ് ഇൻ ആക്ച്വലി ലോഡഡ് മെമ്പേഴ്സ്. ഓക്കെ, elastic concept to analyze deformation. So നമ്മൾ എന്താണ് basically will be analyzing deformation. അതെന്താണ് with respect to temperature, what are the deformations created എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്താണ് മൊഡ്യൂൾ 1ൽ നമ്മൾ ഡീപ്ലി അനലൈസ് ചെയ്യും. ഓക്കെ, സോ അതുപോലെ തന്നെ മൊഡ്യൂൾ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ വിൽ ബി അനലൈസിങ് ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ആൻഡ് സ്ട്രെയിൻ എനർജി ഇൻ ബീംസ്. എന്തൊക്കെയാണ് നമ്മുടെ വിൽ ബി അനലൈസിങ് ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ആൻഡ് shear strain energy in beams of various loading conditions. Beams of various loading conditions എന്ന് നമ്മൾ പറയുമ്പോൾ that will be point load ആവാം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആകാം, അല്ലെങ്കിൽ യൂണിഫോംലി വേരിയിങ് ലോഡ് ആകാം. ഇങ്ങനെയുള്ള വേരിയിങ് ലോഡഡ് കണ്ടീഷൻസിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ആൻഡ് സ്ട്രെയിൻ എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവാലുവേറ്റിംഗ് ബെൻഡിങ് സ്ട്രെസ്സസ് ആൻഡ് ഷിയർ സ്ട്രെസ്സസ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് യൂസിങ് സിമ്പിൾ ബെൻഡിങ് തിയറി ആൻഡ് മെക്കലസ് മെത്തേഡ്. സോ നമ്മൾ സിമ്പിൾ ബെൻഡിങ് തിയറി ആൻഡ് മെക്കലസ് മെത്തേഡ് വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കും,
ബെൻഡിങ് സ്ട്രെസ്സസ്, ഷിയർ സ്ട്രെസ്സസ് ആൻഡ് ഡിഫ്ലക്ഷൻ സ്ലോപ്പ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പഠിക്കുകയാണ് നമ്മൾ മൊഡ്യൂൾ 3 നമ്മൾ അക്യൂർ ചെയ്യുന്ന നോളജ്. ആൻഡ് മൂവിങ് ഓൺ ടു 4, ഡിറ്റർമൈനിങ് നമുക്ക് എന്താണ്, നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കാനാവും. അതുപോലെ തന്നെ ബക്ലിംഗ് ലോഡ്സ് നമുക്ക് കോളംസിൽ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ടോർഷണൽ ബിഹേവിയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ഷാഫ്റ്റിന്റെയും ടോർഷണൽ ബിഹേവിയർ എന്താണ്, അതുപോലെ തന്നെ അത് എങ്ങനെയായിട്ട് സേഫ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. സേഫ് ആയിട്ടൊരു ഷാഫ്റ്റ് അല്ലെങ്കിൽ ഒരു സർക്കുലർ അല്ലെങ്കിൽ ഹോളോ ഷാഫ്റ്റ് എങ്ങനെ സേഫ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും റെസ്പെക്റ്റീവ് ടു ദ ഗിവൻ വാല്യൂസ് എന്ന് നമുക്ക് പഠിക്കുകയും ചെയ്യാം. സോ ഇതാണ് നമ്മുടെ 4 മൊഡ്യൂളിൽ നമുക്ക് ലഭിക്കുന്ന നോളേജ് എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയും ചെയ്യാം. സോ MOS എന്ന സബ്ജക്ട് ഇസ് വെരി സിമ്പിൾ. സോ ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഓരോ മൊഡ്യൂളും വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. Okay, so thanks for watching. Thank you.